മാറോ. പണിക്കും പോവാതെ കള്ളും കുടിച്ച് ഭാര്യയും തല്ലി നടക്കുന്ന ഇവനെ തന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ ഒരു കാരണമുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ ഈ കൊച്ചു തലയ്ക്കുള്ളിൽ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുന്ന ഒരു കണ്ടെത്തൽ. അതിന് കാരണം ശാന്ത. പക്ഷേ ശാന്ത ഭർത്താവിന്റെ ഈ ആവശ്യം മുഖവിലക്കെടുത്തില്ല. കുട്ടിയെ ആ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിപ്പോയ രാജേന്ദ്രൻ അതിനുവേണ്ടി ഒറ്റയ്ക്കൊരു ശ്രമം നടത്തി. അതാണ് ആ വീട്ടിൽ കയറിയ ആദ്യത്തെ മോഷണ ശ്രമം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അത് ഞാനൊന്ന് ആ ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് ശാന്തയെ ഭീഷണിപ്പെടുത്തി രാജേന്ദ്രൻ അവസാന ശ്രമം നടത്തിയത്. കുഞ്ഞിനെ ആരാ എടുത്തേ? ഇപ്പോ നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യം അതാണ്. ആ കുഞ്ഞിനെ ആരാണ് എടുത്തത്? ഇവർക്കാർക്കും അതറിയില്ല. കുഞ്ഞിനെ കൊടുക്കാതായപ്പോ വാങ്ങിച്ച കാശിന്റെ പേരിൽ തർക്കമായി. വഴിയിൽ കിടന്ന അടിയായ ഇവരെ പിന്നെ ഞാനാണ്, അല്ല ശിവനാണ് ഇവിടെ എത്തിച്ചത്. ആരെ കൊന്നാലും വേണ്ടില്ല, തനിക്ക് തന്റെ അനന്തരവനെ രക്ഷിക്കണം അല്ലേ? പെങ്ങളായിരിക്കും പറഞ്ഞു വിട്ടത്. തള്ളയും കൊച്ചനെയും കൊന്ന് മകന്റെ ജീവിതം അങ്ങ് സേഫ് ആവുന്നു. അവരുടെ മകന്റെ സ്വന്തം ചോരയല്ലേ ആ കൊച്ച്. ഈ പാവമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വിട്ടാനാ?